Hi, welcome back. And this is part 5 of memory and forgetting. അപ്പോൾ കഴിഞ്ഞ 4 പാർട്സിലായിട്ട് നമ്മൾ മെമ്മറി എങ്ങനെയാണ് ഫൊഗറ്റിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ മെമ്മറിയുടെ ഫിസിയോളജിക്കൽ ബേസിസ് എന്താണ് എന്നാണ് നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി നമുക്കറിയാം മെമ്മറി എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് അല്ലെ. ആ ഒരു കോഗ്നിറ്റീവ് സൈഡ് എങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്, മെമ്മറിയിലേക്ക് പോകുന്നത്, ആ ഒരു കോഗ്നിറ്റീവ് സൈഡ് നമ്മൾ ഇവിടെ ഓൾറെഡി മനസ്സിലാക്കി. ഇതിന് ഈ ഒരു കൊഗ്നിഷൻ മാത്രമല്ല ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്, എന്നാൽ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ ഫൗണ്ടേഷനും കൂടെ ഇതിനുണ്ട്. ആ ഒരു ഫിസിയോളജിക്കൽ ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിന് ശരിക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. പലതരത്തിലുള്ള ബ്രെയിനിന്റെ സ്ട്രക്ചേഴ്സ് അതിൽ പെടും. അതേപോലെ ന്യൂറോ കെമിക്കൽ പ്രോസസ്സസ് ഒരുപാട് അധികം ഉണ്ട്. ന്യൂറൽ ആൻഡ് കെമിക്കൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഉള്ള പ്രോസസ്സസ് ആണ് ഈ ബ്രെയിൻ സ്ട്രക്ചേഴ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് ഈ രണ്ടും കൂടെ, അതായത് ബ്രെയിനിന്റെ സ്ട്രക്ചറും ഈ ന്യൂറോ കെമിക്കൽ പ്രോസസ്സും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു 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 മെമ്മറിയുടെ ഫോർമേഷനും അതിന്റെ സ്റ്റോറേജും അതിന്റെ റിട്രീവലും ഒക്കെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ, മൾട്ടിപ്പിൾ റീജിയൻസ് എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് ഒന്ന് അതിന്റെ ന്യൂറൽ സർക്യൂട്ട്സ് ഉണ്ട്. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലെ ഇവിടെ ഒരു ന്യൂറൽ സർക്യൂട്ട് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസണിൽ നമുക്ക് ഈ കീ ബ്രെയിൻ സ്ട്രക്ചേഴ്സിന്റെ റോൾസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കീ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അതിനകത്ത് ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, ദെൻ അമിഗ്ഡാല, ആൻഡ് ദെൻ വി ഹാവ് ദി സെറിബ്രൽ കോർട്ടെക്സ്. ഇത് മൂന്നുമാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇതിനൊപ്പം വരും. ഇത് നാലും കൂടെ ചേർന്നാണ് ശരിക്കും എന്താ പറയേണ്ടത്, ഈ ഒരു ഫിസിയോളജിക്കൽ ബേസിസ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ബാക്കി പ്രവർത്തന രീതികൾ എങ്ങനെ അതിനെ ശരിക്കും ഫ്യൂവൽ ചെയ്ത് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഹിപ്പോ ക്യാമ്പസിന്റെ കാര്യം എന്താണ് ഈ പറഞ്ഞേക്കുന്നത്, central in forming and consolidating new declarative memories and spatial memory. സ്പേഷ്യൽ മെമ്മറി എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. അപ്പൊ ഇവിടെ ന്യൂ മെമ്മറീസ് എന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഹിപ്പോ ക്യാമ്പസ് ആണ് എന്താ പറയേണ്ടത്, ആ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മെമ്മറിയിലെ എല്ലാ സ്ട്രക്ചേഴ്സിനകത്ത്. അപ്പോ ഇതിന് പ്രത്യേകിച്ചും ഇതിന്റെ റോൾ എന്ന് പറയുന്നത് ഇസ് ഇൻ ദ ഫോർമേഷൻ ആൻഡ് റിട്രീവൽ ഓഫ് ന്യൂ മെമ്മറീസ്. പുതിയ മെമ്മറീസ് ഫോം ചെയ്യുന്നതിനും പുതിയ മെമ്മറീസ് റിട്രീവ് ചെയ്യുന്നതിനും നമുക്ക് ഓർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, പ്രവർത്തിക്കുന്നതാണ് ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു പ്രധാന റോളാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മെമ്മറീസ് ദാറ്റ് ക്യാൻ ബി കോൺഷ്യസ്ലി റിക്കോൾഡ്. അപ്പൊ ബോധപൂർവം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന മെമ്മറീസിനെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഡിക്ലറേറ്റീവ് മെമ്മറി എന്താണ്, ഒരു ഇവന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചില ഫാക്ട്സ് ഉണ്ടല്ലോ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പഠിക്കുന്ന ഫോർമുലാസ് ഇതൊക്കെ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതോടൊപ്പം എപ്പിസോഡിക് മെമ്മറി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം പേഴ്സണൽ എക്സ്പീരിയൻസസിന്റെ മെമ്മറീസ്, ആ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകിയ സാഹചര്യം ഓർത്തെടുക്കുന്നത്, ഇതൊക്കെയാണ് ശരിക്കും എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡ്സ് ആയിട്ട് വരുന്നതല്ലേ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫങ്ഷൻസിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണെങ്കിൽ, ഈ ഫങ്ഷൻസ് ഓരോന്നും നിങ്ങളുടെ നോട്ട്സിൽ കൃത്യമായിട്ട് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു. അപ്പം നോട്ട്സും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഹിപ്പോ ക്യാമ്പസിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പ്രധാനമായിട്ട് മെമ്മറി ഫോർമേഷൻ, മറ്റൊന്ന് പറയാം ഡിക്ലറേറ്റീവ് മെമ്മറി ഒരു ഫങ്ഷനാണ്, അതേപോലെ സ്പേഷ്യൽ മെമ്മറി ഒരു ഫങ്ഷനാണ്. അപ്പോൾ മെമ്മറി ഫോർമേഷൻ, അതേപോലെ ഡിക്ലറേറ്റീവ്, അതേപോലെ സ്പേഷ്യൽ മെമ്മറി, ഇത് പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന്
ലോങ് ടേം മെമ്മറിയിലേക്ക് ഒരു ട്രാൻസ്ഫർ നടക്കണം അല്ലേ? അപ്പൊ അതിന് ഉത്തരവാദി ഹിപ്പോ ക്യാമ്പസ് തന്നെയാണ്. സോ ഇവിടെ ദർ ഇസ് എ പ്രോസസ് നോൺ ആസ് മെമ്മറി കൺസോളിഡേഷൻ. അപ്പൊ കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപക്ഷെ എല്ലാം കൂടെ തൂത്തുവാരി ഒന്നിച്ചു വെക്കുക. അതിനെ നമുക്ക് നാടൻ ഭാഷയിൽ കൺസോളിഡേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ കൺസോളിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഹിപ്പോ ക്യാമ്പസ് ശരിക്കും ഷോർട്ട് ടേം മെമ്മറി, അതായത് നമ്മുടെ STMൽ നിന്ന് ലോങ് ടേം മെമ്മറി, അതായത് LTMലേക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹിപ്പോ ക്യാമ്പസ് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ നോക്കുക. ലോങ് ടേം മെമ്മറീസ് എന്ത് സംഭവിക്കും? ലോങ് ടേം മെമ്മറീസിന് ലോങ് ടേം മെമ്മറീസ് എഫക്റ്റീവ് ആയിട്ട് ഫോം ചെയ്യില്ല. അപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിൽ സംഗതി വരുന്നതിന് ഹിപ്പോ ക്യാമ്പസ് വേണ്ട. അവിടെ നിന്ന് ലോങ് ടേമിലേക്ക് പോകുന്നതിനാണ് നമുക്ക് ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനം അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഹിപ്പോ ക്യാമ്പസ് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ലോങ് ടേം മെമ്മറിയുടെ ഫോർമേഷൻ അവിടെ ഇല്ലാതെയാകും എന്നുള്ളതാണ്. ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോങ് ടേം മെമ്മറീസ് ഉണ്ടല്ലോ, അത് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഒരു 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 വ്യക്തിക്ക് ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ആ ഒരു കൺസോളിഡേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നില്ല, അപ്പൊ അതുവരെ ഉള്ള മെമ്മറീസ് ഉണ്ടല്ലോ ഓൾറെഡി ലോങ് ടേമിൽ കയറിയത് അവിടെ ഇൻടാക്റ്റ് ആയിരിക്കും. പക്ഷെ പുതിയത് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകും. ഓക്കെ, നൗ വാട്ട് ഈസ് ഡിക്ലറേറ്റീവ് മെമ്മറി? അപ്പം ഹിപ്പോ ക്യാമ്പസിന്റെ വീണ്ടും മറ്റൊരു റോളാണ് ഈ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇപ്പൊ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ സെമാന്റിക് മെമ്മറി ഉണ്ട്. സെമാന്റിക് മെമ്മറിയാണ് എഗെയിൻ ഫാക്ടിന്റെയും ജനറൽ ഇൻഫർമേഷനും എന്നൊക്കെ പറയുന്നത്. ആൻഡ് എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ പ്രവർത്തനത്തിന് നമുക്ക് എന്താ പറയേണ്ടത്? ഹിപ്പോ ക്യാമ്പസ് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ അന്നേരം ഒരു ഇനബിലിറ്റി ഉണ്ടാകും ടു ഫോം ന്യൂ ഡിക്ലറേറ്റീവ് മെമ്മറീസ് എന്നുള്ളത്. അപ്പൊ ഇത് ഒരു തരത്തിലുള്ള ഒരു അംനേഷ്യയാണ്. പക്ഷെ പ്രത്യേകിച്ചും ആന്ററോഗ്രേഡ് അമനേഷ്യ എന്ന് നമുക്കിതിനെ പറയാം. ആന്ററോഗ്രേഡ് അമനേഷ്യ നിങ്ങളുടെ നോട്ട്സിൽ അതുണ്ട്, സ്ക്രീനിൽ അത് എഴുതിയിട്ടില്ല, ബട്ട് നോട്ട്സിൽ അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ആൻട്രോഗ്രേഡ് അമിനീഷ്യ എന്താണ് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇതിന്റെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു വ്യക്തി പോവുകയാണെങ്കിൽ he or she will not be able to form new declarative memories. പക്ഷേ പ്രൊസീജിയറൽ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി വളരെയധികം എഫക്റ്റഡ് ആകില്ല എന്നുള്ളതാണ്. റൈറ്റ്, ഓക്കെ. ഇനി സ്പേഷ്യൽ മെമ്മറിയുടെ കാര്യം നമുക്ക് സംസാരിക്കാനാണെങ്കിലോ, സ്പേഷ്യൽ മെമ്മറിയിലും ഹിപ്പോ ക്യാമ്പസിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്പേഷ്യൽ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ടു ബി ഏബിൾ ടു റിമെമ്പർ ആൻഡ് നാവിഗേറ്റ് ഫിസിക്കൽ എൻവയൺമെന്റ്. നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസിൽ, നമ്മുടെ ചുറ്റാകെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത്, നമ്മുടെ റൂമിൽ, നമ്മുടെ നാട്ടിൽ, നമുക്ക് മാർക്കറ്റിൽ പോകുന്നത്, കടയിൽ പോകുന്നത്, അതിന്റെ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു നാവിഗേഷൻ, ആ കേപ്പബിലിറ്റീസ് അല്ലേ ശരിക്കും സ്പേഷ്യൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് നാവിഗേറ്റ് ചെയ്യാനും ഫിസിക്കൽ എൻവയൺമെന്റ് തിരിച്ചറിയുന്നതിനും വേണ്ടി വീണ്ടും ഹിപ്പോ ക്യാമ്പസിന്റെ ഹെൽപ്പ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്ലേസ് സെൽസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഹിപ്പോ ക്യാമ്പസിന്റെ ഉള്ളിൽ there are some cells. ഈ സെൽസിനെ പ്ലേസ് സെൽസ് എന്ന് പറയും. അപ്പൊ ഈ പ്ലേസ് സെൽസ്, ഹിപ്പോ ക്യാമ്പസിന്റെ ഉള്ളിലുള്ള ഈ പ്ലേസ് സെൽസ് എന്ന് പറയുന്നത് ഇത് ആക്റ്റീവ് ആകും when the individual is thinking about specific locations. അപ്പോൾ ഒന്നുകിൽ നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്ലേസ് സെൽസ്, പ്ലേസ് ആസ് ഇൻ സ്ഥലം, പ്ലേസ് അല്ലെ, സ്ഥലം, പ്ലേസ് സെൽസ് ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു, ഇനി തിരിച്ചങ്ങോട്ട് പോകാനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും ചോദിച്ചും പറഞ്ഞ് നമ്മൾ വന്നെത്തി, ഇനി അവിടെ നിന്ന് തിരിച്ച് ഞാൻ എങ്ങനെ ടൗണിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരും, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ മനസ്സിലുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെയല്ലേ നമ്മൾ തിരിച്ചു വരേണ്ടത്. അപ്പൊ പ്ലേസ് സെൽസ് ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നു, പ്ലേസ് സെൽസ് ആക്റ്റീവ് ആകുന്നു. അപ്പൊ അവിടെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ, ആ ലൊക്കേഷനെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ സ്പേഷ്യൽ നാവിഗേഷനും മെമ്മറിയും പോസിബിൾ ആയിട്ട് അവിടെ വരുന്നത്.
ഓക്കെ, അപ്പൊ നിങ്ങളുടെ നോട്ട്സിൽ ഇതിനെക്കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ജസ്റ്റ് റീഡ് ഓൺലി എക്സാമ്പിൾ, നിങ്ങൾ അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ആ എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, now let's move on to amygdala. So ഇതിന്റെ പ്രവർത്തനം എന്താണ്? Enhances memory retention, specifically emotional memory. അപ്പോ ഇമോഷണൽ മെമ്മറീസ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. ഈ ഇമോഷൻസ് ഉള്ളതാണ് മനുഷ്യനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതല്ലേ അമിഗ്ഡാല എന്ന് പറയുന്നത്. മറ്റൊരു കീ ബ്രെയിൻ സ്ട്രക്ചർ ആണ്, എഗെയിൻ മെമ്മറിയുടെ ഭാഗമായിട്ട് തന്നെ ഇവിടെ വരുന്നത്. സ്പെസിഫിക്കലി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമോഷണൽ മെമ്മറീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറീസിനെ പ്രോസസ് ചെയ്യുന്നതിന് അപ്പൊ എന്തൊക്കെയാണ് ഇമോഷണൽ മെമ്മറീസ് എന്ന് പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫിയർ, ഭയം, ആങ്കർ, ദേഷ്യം ആൻഡ് പ്ലഷർ. ഓക്കെ, സോ അപ്പൊ ഈ മെമ്മറീസ് പ്രവർത്തിക്കുന്നതിന് അമിഗ്ഡാല നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ മോഡുലേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് മെമ്മറീസ് ബേസ്ഡ് ഓൺ ദിയർ ഇമോഷണൽ കണ്ടന്റ്. ഒരു മെമ്മറി എങ്ങനെയാ മോഡുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ആ മെമ്മറിയുടെ സ്ട്രെങ്തിനെ, അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മെമ്മറി അല്ലേ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് കഴിയുന്ന മെമ്മറി. അപ്പൊ അതാണ്, അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഇമോഷൻസ് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ എന്തായിരുന്നു, അതനുസരിച്ച് അവിടെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇമോഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ മെമ്മറി സ്ട്രോങ് ആണ്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്റെ ഫങ്ഷൻസ് ഇപ്പൊ പ്രധാനമായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ മെമ്മറി പ്രോസസ്സിംഗ് ഒരു പ്രധാന ഫങ്ഷൻ ആണ്. അപ്പം ഈ എന്താ പറയേണ്ടത്, മെമ്മറി റിട്ടൻഷൻ, ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി റിട്ടൻഷൻ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നു. എപ്പോഴതിനകത്ത് ഇമോഷൻസ് വരുന്നോ അമിഗ്ഡാല അവിടെ ഉണ്ട്. ആ അമിഗ്ഡാലയാണ് ആ ഇമോഷൻസിനെ ശരിക്കും പ്രോസസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പം ഇമോഷണലി ചാർജ്ഡ് ഇവന്റ്സ്, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാടധികം സംഗതികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിന് ചിലതിനകത്ത് ഇമോഷൻസ് കണക്റ്റഡ് ആയിരിക്കും, ചിലതില് ഇമോഷൻസ് കണക്റ്റഡ് ആകില്ല. ഉദാഹരണത്തിന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സുഹൃത്തിനെ 10 കൊല്ലത്തിന്, 5ാം ക്ലാസ്സിൽ നമ്മുടെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ 10 കൊല്ലത്തിന് ശേഷം യാദൃച്ഛികമായി കാണും അല്ലെ. അപ്പൊ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവിടെ ഇമോഷൻസിന്റെ ഒരു സ്ഥാനം ഒന്ന് നോക്കിയേ, സന്തോഷമാകാം, ഒരു സർപ്രൈസ് ആകാം അല്ലെ. അപ്പൊ അവിടെ ഇമോഷണലി ചാർജ്ഡ് സിറ്റുവേഷൻ ആണ്. ഇനി നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തുള്ള ഒരു വ്യക്തി മരണപ്പെടുന്നു, അവിടെ ഉണ്ടാകുന്ന ഇമോഷൻ നോക്കുക. ഇനി ഒരു മരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു, നമുക്ക് യാതൊരു ബന്ധവും ഇല്ല ആ വ്യക്തിയുമായിട്ടും ആ വ്യക്തിയുടെ കുടുംബമായിട്ടും, അവിടെയും ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിലെ ഒരു വ്യക്തി മരണപ്പെടുന്നതും നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി മരണപ്പെടുന്നതുമായിട്ടുള്ള ഇമോഷനിൽ വ്യത്യാസമുണ്ട്. പരിചയമില്ലാത്ത വ്യക്തി മരണപ്പെടുമ്പോഴും നമുക്ക് ദുഃഖം വരും. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ വളരെ അടുത്ത ഒരു വ്യക്തി മരണപ്പെടുമ്പം ആ ദുഃഖം എത്രയോ വലുതായിരിക്കും. അതിനെയാണ് ഇമോഷണലി ചാർജ്ഡ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമോഷണൽ ചാർജ്ഡ് ഇവന്റ്സ് ആർ ഓഫൻ റിമെമ്പേർഡ് മോർ വിവിഡ്ലി ദാൻ ന്യൂട്രൽ ഇവന്റ്സ്. എഗെയിൻ അമിഗ്ഡാലയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇവിടെ ഈ പറയുന്നത്. ഈ ഒരു പ്രത്യേകതയാണ് ഇമോഷണൽ മെമ്മറി മോഡുലേഷൻ എന്നുള്ളത്. അപ്പൊ ഇമോഷണൽ മെമ്മറിയെ മോഡുലേറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ മാറ്റി തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പൊ ശരിക്കും നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ ഒരു എന്താ പറയണ്ടേ ഇമോഷണൽ മെമ്മറി പ്രോസസ്സിങ്. അപ്പൊ ഇവിടെ ഒന്ന് ഹിപ്പോകാമ്പസിന്റെ പ്രവർത്തനവും ഇവിടെ വരുന്നുണ്ട്, അമിഗ്ഡാലയുടെ പ്രവർത്തനവും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഹിപ്പോകാമ്പസ് ആസ് യൂഷ്വൽ ഏതൊരു മെമ്മറിയെയും ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ അതിന് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലോട്ട് കടത്തി വിടാനായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അവിടെ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു സംഗതി ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് അമിഗ്ഡാല കയറി വന്ന്
അതിനെ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു എൻകോഡിങ് ഇവിടെ കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ വളരെ വിവിഡ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെയധികം ക്ലാരിറ്റിയോടുകൂടി സ്റ്റോർ ചെയ്യുന്ന മെമ്മറീസ് എങ്ങനെയാ വരിക? ഇമോഷണൽ മെമ്മറീസ് ശരിക്കും ഒത്തിരിയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സർവൈവൽ റെലവൻസ് വരുന്നത്. ഇപ്പൊ സർവൈവൽ റെലവൻസ് എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ റെലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യുക, ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുക, അതാണ് സർവൈവൽ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം സർവൈവൽ റെലവൻസ് ഉള്ള ഇൻസിഡൻസ് ആണെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും ഈ അമിഗ്ഡാല. പ്രയോറിറ്റൈസ് ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ വിവിഡായിട്ടും പെട്ടെന്ന് ഓർത്തെടുക്കത്തക്ക രീതിയിലും അത് അവിടെ കൊണ്ടുവന്ന് വെക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, എന്നിട്ട് അതിന്റെ റീസൺ ഞാൻ പറയാം. നമ്മൾ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് നോക്കിയില്ല, അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞ് നമ്മൾ നോക്കിയില്ല. ഒരു വാഹനം ഇറിപ്പാഞ്ഞ് അടുത്ത് വന്ന്, പക്ഷേ ആ ഡ്രൈവർക്ക് ബ്രേക്ക് ചവിട്ടി നിർത്താനായിട്ട് സാധിച്ചു. അപ്പൊ ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, നമുക്ക് അപകടം സംഭവിച്ചില്ല, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായത്. അപ്പോ അമിഗ്ഡാല ഈ ഒരു ഇവന്റിനെ എടുത്ത്, കാരണം അമിഗ്ഡാലയ്ക്ക് അറിയാം ഇനി ഇതേ വ്യക്തി ഇതേ രൂപത്തില് ശ്രദ്ധയില്ലാതെ റോഡ് മുറിച്ച് കടന്നാൽ അടുത്ത തവണ വരുന്ന വണ്ടിയുടെ ബ്രേക്ക് ചിലപ്പം അതേപോലെ എഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് തിരിച്ചറിവുള്ളതുകൊണ്ട് അമിഗ്ഡാലയുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ടൈം ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇല്ല മെമ്മറിയെ ഇഞ്ഞു കൊണ്ടുവരും അമിഗ്ഡാല. അതായത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെമ്മറി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയണ്ട, ബോഡിയുടെ ഒരു മെക്കാനിസം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് മെക്കാനിസം ഓഫ് ഇമോഷണൽ മെമ്മറി മോഡുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഇമോഷണൽ മെമ്മറി മോഡുലേഷൻ. ഈ ടേംസ് നിങ്ങളുടെ നോട്ട്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും അമിഗ്ഡാലയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഹിപ്പോ ക്യാമ്പസിനേക്കാളും കൂടുതൽ സ്വാധീനം മെമ്മറിയിൽ ചെലുത്താൻ കഴിയുന്നത് അമിഗ്ഡാലയ്ക്കാണ് സർവൈവൽ സിറ്റുവേഷൻസിൽ. സർവൈവൽ സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ. ആൻഡ് എങ്ങനെ അമിഗ്ഡാല ഹിപ്പോ ക്യാമ്പസിനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടെ വെക്കുക, അമിഗ്ഡാല അത് നടക്കുന്ന ഹിപ്പോ ക്യാമ്പസ് അത് സാധാരണയായി നടക്കുന്ന ഇമോഷണൽ മെമ്മറീസിലും അത് നടക്കുന്നു. പക്ഷേ ഇമോഷണൽ മെമ്മറി വരുന്ന സമയത്ത് മാത്രമാണ് അമിഗ്ഡാല അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമോഷണൽ മെമ്മറിയെ മോഡുലേറ്റ് ചെയ്യുന്ന നമുക്ക് ഡേഞ്ചർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ്, ആ സാഹചര്യങ്ങളെ നമുക്ക് ഓർത്തെടുത്ത് നമുക്ക് ഒരു സ്വയ രക്ഷ നടത്താം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. ഇനി ഇവിടെ മറ്റൊരു അമിഗ്ഡാലയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഫിയർ കണ്ടീഷനിങ് എന്നുള്ളത്. അപ്പൊ ഇതെന്താണ്? അമിഗ്ഡാല അഗെയിൻ ഫിയർ കണ്ടീഷനിങ്, ഭയം അതിനെ രൂപപ്പെടുത്തി തിട്ടപ്പെടുത്തി നിലനിർത്തുക, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ വേണമെങ്കിൽ പറയാം, ഫിയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയത്തെ കുറിച്ച് കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് അറിവുകൾ കൊണ്ടുവരുന്നു. സോ ദിസ് ഈസ് എ ഫോം ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലേണിംഗ് വേർ individuals they associate a neutral stimulus with an aversive event എന്നുള്ളതാണ്. aversive event എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കുഡ് ബി എ ലൗഡ് നോയ്സ് ഓർ എ ഷോക്ക്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഓരോ വ്യക്തികളും നമുക്ക് ഈ ഫിയർ ഉള്ള ഓരോ വ്യക്തികളുടെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഇൻസിഡന്റിനെ നമ്മൾ ഒരു എന്താ പറയണ്ട, ഒരു ന്യൂറൽ സ്റ്റിമുലസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് വാഹനത്തിന്റെ ഹോൺ, ഈ ഹോൺ കേട്ട് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമായിരിക്കാം അല്ലേ? പക്ഷേ ഈ ഹോൺ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം, എന്തോ വാഹനം എവിടെ നിന്നോ വരുന്നു, എവിടെ നിന്നാന്ന് കണ്ടതുപോലും ഇല്ല. അപ്പൊ ആ ഒരു സിഗ്നലുമായിട്ട് നമ്മൾ ഇവിടെ ബന്ധപ്പെടുത്തി വെച്ചേക്കുക. ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് ഈ ഹോൺ എന്ന് പറയുന്നത്.
അല്ലെ? ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് ഈ ഒരു ഹോൺ, അതാണ് ഇവിടെ ഈ ഒരു ലൗഡ് നോയ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് മെമ്മറി ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സർവൈവൽ. ഇപ്പം ഹോൺ കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ, നമുക്ക് രക്ഷ വേണമെങ്കിൽ ഒരുപക്ഷെ റോഡിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് മാറി സൈഡിലേക്ക് പോകണ്ട ഒരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന് അവിടെ കൊടുക്കുന്നു. സോ അതാണ് ഈ മെമ്മറി, ഈ ടൈപ്പ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഈ ഫിയർ കണ്ടീഷനിങ് എന്ന് വേണമെങ്കിൽ ആ പ്രോസസ് ആയിരുന്നാലും ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു സർവൈവൽ ആൻഡ് പ്ലേസ് എ റോൾ ഇൻ ബോത്ത് ലേൺഡ് ഫിയർ ആൻഡ് ആങ്സൈറ്റി റെസ്പോൺസ്. എന്താണ് ലേൺഡ് ഫിയർ ആൻഡ് ആങ്സൈറ്റി റെസ്പോൺസസ് എന്ന് പറയുന്നത്? ലേൺഡ് ഫിയർ, നമുക്ക് അറിയാവുന്ന സംഗതികൾ, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയത് നമുക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോൺ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹിപ്പോകാമ്പസ് ഒരു സൈഡിൽ നമുക്കറിയാം, അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് to form contextual and declarative aspects of memory. കോണ്ടെക്സ്റ്റുവലും ഡിക്ലറേറ്റീവ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം അമിഗ്ഡാലയുടെ ഹിപ്പോകാമ്പസിന്റെ പ്രധാന പ്രവർത്തനം ഇതാണ്. അമിഗ്ഡാല അന്നേരം ഇവിടെ എന്താ ചെയ്യുന്നത്? അതിന് ആ ഒരു ഇമോഷണൽ സിഗ്നിഫിക്കൻസ് അവിടെ കൊടുക്കുന്നത് അമിഗ്ഡാലയാണ്. അപ്പൊ അമിഗ്ഡാല അവിടെ വരുന്നത് ഇത് ഇമോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ഈ വരുന്നതെങ്കിൽ അമിഗ്ഡാല അതിന് പ്രാധാന്യം അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, അപ്പൊ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് ഓർക്കാനായിട്ട് കഴിയാവുന്നത് ഇസ് ബിക്കോസ് ഓഫ് അമിഗ്ഡാല വർക്കിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ. അപ്പോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർ ആക്സിഡന്റിന്റെ കാര്യം തന്നെ, അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിന്റെ കാര്യം നമ്മൾക്ക് എന്താ പറയണ്ടേ, ഇമോഷണലി ചാർജ്ഡ് ആണ് വാഹനാപകടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹിപ്പോകാമ്പസിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്. കാരണം അതിന്റെ ഫാക്ട് റിമെമ്പർ ചെയ്യുന്നതിന് നമുക്ക് ഹിപ്പോകാമ്പസ് വേണം. ആൻഡ് അമിഗ്ഡാല അവിടെ വരുന്നുണ്ട്, അതിന്റെ ഇമോഷണൽ ഇമ്പാക്ട് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ച് തരുന്നതിന്. അപ്പൊ ഇതിന് രണ്ടിനും, ഹിപ്പോകാമ്പസ് ആയാലും അമിഗ്ഡാലയ്ക്കായിരുന്നാലും മെമ്മറിക്കും അതിനെ ഓർത്തെടുക്കുന്നതിനും രണ്ടിലും അതിന് പ്രാധാന്യമുണ്ട്. അങ്ങോട്ട് ലോങ് ടേമിലേക്ക് അയക്കുക ആൻഡ് ഓൾസോ റിട്രീവൽ. അപ്പം ഷോർട്ട് ടേം ആണല്ലോ നമ്മുടെ വർക്കിംഗ് മെമ്മറി, അവിടെയല്ലേ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നത്. Now we have the cerebral cortex. So what is the cerebral cortex? Stores long-term memories across different regions. It handles facts, skills and visual information. Okay, so cerebral cortex എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ നോക്കിയാൽ നമ്മുടെ ബ്രെയിനിന്റെ ഔട്ടർ ലെയർ ആണ്. ദിസ് ഇസ് ദ സെറിബ്രൽ കോർട്ടെക്സ്, ദ ഔട്ടർ ലെയർ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ലെയർ, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയാം. അപ്പോ ഇതിനാണ് ശരിക്കും സ്റ്റോറേജ് ഓഫ് ലോങ് ടേം മെമ്മറീസിന്റെ ഒരു പ്രവർത്തനം ശരിക്കും ഇവിടെയാണ് നടക്കുന്നത്. ഇപ്പം ഹിപ്പോകാമ്പസിന്റെ പ്രാധാന്യം ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പൊ മെമ്മറി ഫോർമേഷൻ, അല്ലേ? അപ്പോ സെറിബ്രൽ കോർട്ടെക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞാലോ, ഈ ഫോം ചെയ്യുന്ന മെമ്മറീസ് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണ്ടേ? അപ്പോൾ ഈ സ്റ്റോറേജ് ആണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയാം. അൾട്ടിമേറ്റ്ലി ഈ മെമ്മറീസ് അവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി ഇതിനും വേറൊരു പ്രത്യേകതയുണ്ട്, അല്ലെ? നമ്മൾ ഒരു ഷെൽഫില് നമ്മൾ തുണികൾ അടുക്കി പറക്കി വെക്കുന്നത് പോലെ different regions of the cerebral cortex are associated with different types of memory. What is memory? Memory is information. So information can be classified into different types, അല്ലേ? ഈ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് മെമ്മറി എന്ന് പറയാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആയി മാറുന്നു, അത് തന്നെ ഡിഫറെന്റ് മെമ്മറീസ് ആയി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചല്ല ബ്രെയിൻ അത് വെക്കുന്നത്. ബ്രെയിൻ അത് വെക്കുന്നത് അതിൻ്റെതായ സ്ഥാനത്ത് കൃത്യമായിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിന്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ലോങ് ടേം മെമ്മറീസ്. അപ്പോൾ വൺസ് ദ മെമ്മറീസ് ആർ കൺസോളിഡേറ്റഡ്, ഹിപ്പോകാമ്പസ് അതിനെ കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷം they are distributed and stored across various areas of the cerebral cortex. സെറിബ്രൽ കോർട്ടെക്സിന്റെ പല ഏരിയാസിലോട്ട് അതിനെ അയച്ച് അവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക്
ഹിപ്പോ ക്യാമ്പസിന്റെ ഒരു റോള് ഈ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷനിൽ കുറയും. ആൻഡ് മെമ്മറീസ് ബിക്കം ലെസ് ഡിപ്പെൻഡന്റ് ഓൺ ഹിപ്പോ ക്യാമ്പസ്. പിന്നെ അത് ഓർക്കുന്നതിനും, അതായത് സ്റ്റോറേജിൽ എത്തി അവിടെ സ്റ്റോർ ചെയ്ത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ പഴയ സ്റ്റോർ ചെയ്തേക്കുന്ന മെമ്മറി പിന്നെ അത് ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് പതുക്കെ ഡിപ്പെൻഡൻസി കുറച്ച് അവിടെ കൊണ്ടുവരും. പകരം they are stored in the neocortex. അപ്പോൾ എന്താ പറയേണ്ടത്, സെറിബ്രൽ കോർട്ടെക്സിൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഹിപ്പോ ക്യാമ്പസിന്റെ ഉപയോഗം അവിടെ കുറഞ്ഞു വരുന്നു. ആ പഴയ മെമ്മറീസിനെ പുതിയ മെമ്മറി വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ മെമ്മറീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ആഡ് ചെയ്യുന്ന ഓരോ മെമ്മറീസും ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെ കടന്നു പോകും കേട്ടോ. പിന്നെയാണ് ഇവിടെ നിയോ കോർട്ടെക്സിന്റെ റോൾ അവിടെ വരുന്നത്. ഈ പഴയ മെമ്മറീസ് ആക്സസ് ചെയ്യുന്നതിന് നിയോ കോർട്ടെക്സിന്റെ ആവശ്യകത പിന്നെ നമുക്ക് വേണ്ടതായിട്ട് വരും. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി, നമുക്കത് നോക്കാം. ഒന്ന്, സെമാൻറ്റിക് മെമ്മറി ഉണ്ട്. സെമാൻറ്റിക് മെമ്മറി എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കുക ഫാക്ട് ആൻഡ് നോളജ് ആണ് സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ടെമ്പറൽ ലോബ് ആൻഡ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, റൈറ്റ്. പിന്നെ വരുന്നത് പ്രൊസീജിയറൽ മെമ്മറിയാണ്. പ്രൊസീജിയറൽ മെമ്മറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊസീജിയേഴ്സ് നമ്മുടെ സ്കിൽസ് ആണ്, നമ്മുടെ ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ നോക്കി, രാവിലെ എണീച്ച് മുഖം കഴുകി ചായ കുടിച്ച് പല്ല് തേച്ച്, അതൊക്കെ നമ്മുടെ ഹാബിറ്റ്സ് ആണ്. അപ്പൊ അതൊരു പ്രൊസീജിയർ പോലെ എല്ലാ ദിവസവും നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ. സോ ദിസ് ഇൻവോൾവ്സ് റെഗുലർ മോട്ടോർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. അതായത് മോട്ടോർ കോർട്ടെക്സ് വരും ആൻഡ് ദി ബേസൽ ഗാംഗ്ലിയ ആണ് ഈ ഒരു പ്രൊസീജിയർ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ. ഈ പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇതിന്റെ കൂടുതൽ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി കടക്കണ്ട, കാരണം നമ്മൾ ബയോളജി പരീക്ഷയ്ക്കല്ലല്ലോ തയ്യാറെടുക്കുന്നത്. സോ ഈ പേരുകൾ കൃത്യമായി ഓർത്തു വെച്ചോളുക എന്നുള്ളത്. അപ്പോൾ പല ടൈപ്പിലാണ് ബ്രെയിൻ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നത്. അതിലൊന്ന് സെമാൻറ്റിക് മെമ്മറിയാണ്. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഫാക്റ്റും നോളജും ആണ്. ആൻഡ് ഇത് കൊണ്ടുപോകുന്നത് ടെമ്പറൽ ലോബ് അല്ലെങ്കിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് പോകും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത് കണ്ട. ഇനി പ്രൊസീജിയറൽ മെമ്മറി വരുന്നത് നമ്മുടെ സ്കിൽസും നമ്മുടെ ഹാബിറ്റും ആണ്. ഇത് പോകുന്നത് മോട്ടോർ കോർട്ടെക്സിലും ബേസൽ ഗാംഗ്ലിയയിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്ക് വിഷ്വൽ മെമ്മറി ഉണ്ട്. വിഷ്വൽ മെമ്മറി ശരിക്കും ഓക്സിപിറ്റൽ കോർട്ടെക്സിലേക്ക് പോകുന്നു. ഈ ടേംസ് എല്ലാം നിങ്ങളുടെ നോട്ട്സിലുണ്ട്. ഓക്സിപിറ്റൽ കോർട്ടെക്സിലേക്ക് പോകുന്നു. അവിടെയാണ് വിഷ്വൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഞാൻ പറഞ്ഞല്ല ഔട്ടർ കവറിങ് ഓഫ് ദ ബ്രെയിൻ, ആൻഡ് അത് പല ലൊക്കേഷൻസ് അവിടെ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് തൊട്ട് കാണിച്ചുതരാം എവിടെയൊക്കെ അത് വരും എന്നുള്ളത്. സെമാൻറ്റിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ടെമ്പറൽ ലോബും വരുന്നുണ്ട്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ടെമ്പറൽ ലോബ് എവിടെയാണെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് പ്ലേസ് മൈ ഹാൻഡ് ഹിയർ. അതായത് ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗം, പക്ഷേ ചെവിക്ക് മുകളിലായിട്ട് വരും. ഏകദേശം ഈ ഏരിയയിലാണ് ഈ ടെമ്പറൽ ലോബ് അവിടെ ഉള്ളത്. ഇയർ ലോബ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ടെമ്പറൽ ലോബ് അവിടെ. ഇനി നമുക്ക് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ കാര്യം നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലോ, നമ്മുടെ ഫോർഹെഡ്, നമ്മുടെ പിരിവുണ്ടല്ലോ ഐബ്രോ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് വരും. ഇവിടെയാണ് ആ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ശരിക്കും ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്രൊസീജിയറൽ മെമ്മറിയിലേക്ക് പോകുന്ന പ്രൊസീജിയറൽ മെമ്മറിക്ക് എന്തൊക്കെയാണ്? മോട്ടോർ കോർട്ടെക്സും ബേസൽ ഗാംഗ്ലിയയും ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പം മോട്ടോർ കോർട്ടെക്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഇസ് ഇൻ ദ ടോപ്പ് മിഡിൽ പാർട്ട് ഓഫ് യുവർ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ മോട്ടോർ കോർട്ടെക്സ് ശരിക്കും ഇറ്റ് റൺസ് ഫ്രം ഇയർ ടു ഇയർ. ഈ ചെവി മുതൽ ഈ ചെവിയിലേക്ക് ഇങ്ങനെ വരുന്നു എന്നുള്ളത്. ഒരു ബാൻഡ് വെച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ തലയിൽ? ചെവിക്ക് മുകളിൽ ഒരു ബാൻഡ് വെച്ചാൽ അതാണ് മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി ബേസൽ ഗാംഗ്ലിയയുടെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിലോ, ബേസൽ ഗാംഗ്ലിയ ശരിക്കും അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റൈറ്റ് ഇൻസൈഡ് ദ ബ്രെയിൻ, ഡീപ്പ് ഇൻസൈഡ് ദ ബ്രെയിൻ എന്നുള്ളത്. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അത് പോയിന്റ് ചെയ്തിട്ട് കാണിച്ചു തരാനായിട്ട് കഴിയില്ല. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഈസ് അതിനെ ഇങ്ങനെ ആലോചിച്ചാൽ മതി.
എന്താ പറയേണ്ടത്, ആ ഒരു 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 ടെമ്പറൽ ലോബിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കിയായിരുന്നല്ല, ഏകദേശം അതേപോലെ സെൻട്രലിൽ അങ്ങ് അകത്തോട്ട് ഇരിക്കുകയാണ് ശരിക്കും ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓക്സിപിറ്റൽ കോർട്ടെക്സ്, അതായത് വിഷ്വൽ മെമ്മറി എന്ന് ശരിക്കും പറയുന്നത്. അപ്പോ വിഷ്വൽ മെമ്മറി തലയുടെ പിറകില്, കൈയെടുത്ത് പിറകിലോട്ട് വെയ്. അപ്പോ ആ ഒരു സ്കള്ളിന്റെ ബേസിലായിട്ട് വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്കൾ വന്ന് അവസാനിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, തലയുടെ സ്കൾ, തലയോട്ടി, അതിന്റെ താഴെയായിട്ട് വരും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക്, അതാണ് ഓക്സിപിറ്റൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ വിഷ്വൽ മെമ്മറി. ഓക്കെ, അപ്പൊ ബ്രെയിനിന്റെ പിൻഭാഗത്താണ് അത് ശരിക്കും വരിക. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ലൊക്കേഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് തന്നെ വീണ്ടും നമ്മൾ ഓർത്ത് നമ്മുടെ തന്നെ തലയുടെ ഓരോ ഏരിയാസിൽ ഇതിനെ അങ്ങ് അസോസിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിന്റെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത്. ഇനി ഈ ഒരു സെൻസറി ഇൻഫർമേഷന്റെ ഇന്റഗ്രേഷൻ അഗെയിൻ സെറിബ്രൽ കോർട്ടെക്സിന്റെ ഒരു റോളാണ്. അപ്പൊ സെറിബ്രൽ കോർട്ടെക്സ് ഇവിടെ എന്താ പറയേണ്ടത്, സെൻസറി ഇൻഫർമേഷൻ. എന്താണ് സെൻസറി ഇൻഫർമേഷൻ എന്നുള്ളത്? പല സെൻസസിൽ നിന്ന് നമുക്ക് വരുന്ന, അല്ലെങ്കിൽ പല മോഡാലിറ്റീസ് ഇത് വരുന്ന സെൻസറി ഇൻഫർമേഷൻ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൂട്ടി ഇണക്കി എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു കൊഹെസീവ് ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് മെമ്മറി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു മെമ്മറി ഉണ്ടാകുന്നതിന് പല സെൻസസിൽ നിന്നുള്ള ഇൻഫർമേഷൻ, മണം വേണം, ടേസ്റ്റ് വേണം, അതിനെ തൊട്ടാൽ എങ്ങനെ ഇരിക്കും, അതിന്റെ ടച്ച് നമുക്ക് വേണം. ഇങ്ങനെ ഒത്തിരി അധികം ഇൻഫർമേഷനെ കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഫുൾ രൂപത്തിലേക്ക് നമ്മളെ എത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഇന്റഗ്രേഷൻ ഓഫ് സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിനും ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ത്രൂ ദി എക്സാമ്പിൾ എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. തിയോളജിക്കൽ ബേസിസിൽ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ? ഇത് കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയേണ്ടത്, ഈ ന്യൂറോൺസ് തങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെമ്മറി ഫോർമേഷന് ഇത് ആവശ്യമാണ്, കൺസോളിഡേഷന് ഇത് ആവശ്യമാണ്, അതേപോലെ റിട്രീവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഇത് ആവശ്യം തന്നെയാണ്. അപ്പൊ ഈ കെമിക്കൽസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, അല്ലേ, അക്രോസ് സിനാപ്സിസ്, ആൻഡ് it strengthens the connection between neurons. അതാണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കൽസ് അത് ന്യൂറോൺസ് തങ്ങളിലുള്ള കണക്ഷനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നു. നമ്മൾ രണ്ട് ഇലക്ട്രിസിറ്റിയുടെ 2 വയർ എടുത്തിട്ട് അതിനെ നമ്മൾ ടൈറ്റായിട്ട് നല്ലതുപോലെ ജോയിന്റ് ചെയ്ത് വെച്ചാൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് പ്രശ്നം വരില്ല. മീൻസ് നമുക്ക് ഫുൾ സ്ട്രെങ്ത് തന്നെ കിട്ടും ആ ജോയിന്റിന്റെ ഇപ്പുറവും അപ്പുറവും. ഇനി നേരെ മറിച്ച് അതിനെ വളരെ ലൂസായിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഒന്ന് ഉടക്കി വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസ്മിഷൻ അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അല്ലേ? അപ്പോ ഈ സൈഡിൽ നിന്നാണ് കറണ്ട് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് അത് ജോയിന്റ് കൃത്യമല്ലാത്തത് കൊണ്ട് ഇപ്പുറത്തോട്ട് പോകുന്ന കറണ്ടിന്റെ ശക്തി കുറവായിരിക്കും. നമ്മൾ അതുമായിട്ടൊന്ന് ഉപമിച്ച് നോക്കുക. ഇവിടെ ഈ ഈ ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് കൊണ്ടുവരുന്നത് ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള പ്രധാനപ്പെട്ട എന്താ പറയേണ്ടത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, അതിൽ ആദ്യം അസറ്റൈൽ കൊളൈൻ, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ ഈ അസറ്റൈൽ കൊളൈൻ, ദിസ് ഇസ് റിക്വയർഡ് ഫോർ മെമ്മറി എൻകോഡിംഗ്. എൻകോഡിംഗ് എന്താണ് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി, അല്ലേ? ആൻഡ് ദെൻ വി ഹാവ് ഗ്ലൂട്ടാമേറ്റ്. ഗ്ലൂട്ടാമേറ്റ് എന്തിനാണ്? ഇൻവോൾവ്ഡ് ഇൻ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ലോങ് ടേം പൊട്ടൻസിയേഷൻ. അപ്പൊ വാട്ട് ഇസ് ദിസ്? ഇത് ഒരു എന്താ പറയേണ്ടത്, എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ഈ ഗ്ലൂട്ടാമേറ്റിനെ പറയുന്നത്. അപ്പോൾ
ദിസ് ഇസ് റിയലി റിക്വയർഡ് മെമ്മറി ഫോർമേഷന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്, ലേണിങ്ങിന് ആവശ്യമാണ്, സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റിക്കും ഇത് ആവശ്യമാണ്. കൂടുതലും ഇത് റിലേറ്റഡ് ആയി കിടക്കുന്നത് ലോങ് ടേം പൊട്ടൻസിയേഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ഈ ലോങ് ടേം പൊട്ടൻഷിയേഷൻ എന്ന് പറയുന്നത്? ദിസ് ഇസ് ദ പ്രോസസ് ദാറ്റ് സ്ട്രെങ്തൻസ് സിനാപ്റ്റിക് കണക്ഷൻസ്. ഈ സിനാപ്റ്റിക് കണക്ഷൻസിനെ, ന്യൂറോൺസ് തങ്ങളിലുള്ള കണക്ഷൻസിനെ ബലപ്പെടുത്തുന്ന ആ പ്രക്രിയക്കാണ് ലോങ് ടേം പൊട്ടൻസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എന്താ പറയണ്ടേ, മെമ്മറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 മെക്കാനിസം ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദി ഡോപ്പമിൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ എന്നൊക്കെ ഇതിനെ പറയാം. സോ ഡോപ്പമൈൻ റീഇൻഫോഴ്സസ് മെമ്മറീസ്, എസ്പെഷ്യലി റിവാർഡിങ് എക്സ്പീരിയൻസ്. റിവാർഡിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, നമുക്ക് നേട്ടമുണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദിസ് ഇസ് കണക്റ്റഡ് ടു റിവാർഡ് ബേസ്ഡ് ലേണിംഗ്. പുതിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒന്ന് പഠിക്കുക, അതുകൊണ്ടാണ് റിവാർഡ് ബേസ്ഡ് ലേണിംഗ് എന്ന് ഇവിടെ ഇതിനെ പറയുന്നത്. ആൻഡ് ഇത് നമുക്ക് മെമ്മറീസിന്റെ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മെമ്മറി അവിടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ ഇൻവോൾവ്മെന്റ് ശരിക്കും അറ്റൻഷൻ എന്ന് പറയുന്നതിനകത്തുണ്ട്. അതേപോലെ മോട്ടിവേഷനും ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, ഈ ഡോപ്പമൈൻ എന്നുള്ളത്. സോ ശരിക്കും ഇത് ഇൻഫർമേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് എൻകോഡ് ചെയ്യപ്പെടും, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അതിനെ ഓർക്കാൻ കഴിയും എന്നുള്ളതിന് നമുക്ക് എന്താ പറയേണ്ടത്, സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദി neuropinephrine. Okay, neuropinephrine or neuropinephrine. So this is involved in arousal and attention. The arousal ഒരു എക്സാമ്പിൾ ആണ് സെക്ഷുവൽ അറൗസൽ. അത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് കഴിയും, ആ ഒരു വാക്കിന്റെ അർത്ഥം ഓർക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എറൗസലിനും അറ്റൻഷനും നമുക്ക് ഈ എന്താ പറയേണ്ടത്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് ആവശ്യമാണ്, ന്യൂറോപെനിഫ്രൈൻ എന്ന് പറയും. അപ്പൊ ഇവിടെ എഗെയിൻ ഈ ഒരു ട്രാൻസ്മിറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇമോഷണലി ചാർജ്ഡ് ഇവന്റ്സിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഇൻ കൺജങ്ഷൻ വിത്ത് അമിഗ്ഡാല. അമിഗ്ഡാല ഇമോഷണലി ചാർജ്ഡ്, അതുമായിട്ട് കൂട്ടിച്ചേർന്നവർ രണ്ടുപേരും കൂടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു ഇമോഷണൽ മെമ്മറീസിന് വേണ്ടി. ഓക്കെ, ഇതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ട്സിലുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നോട്ട്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ എക്സാമ്പിൾസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള എക്സാമ്പിൾസ് ആണ് അവിടെ ഉള്ളത്. സോ യു ഷുഡ് നോട്ട് ഫേസ് എനി ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഹിയർ ഈസ്, which of the following is a key function of sensory memory? സെൻസറി മെമ്മറിയുടെ ഒരു കീ ഫംഗ്ഷൻ എന്താണ്? സെൻസറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ആ ഒരു ബ്രീഫ് സ്റ്റോറേജ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ അല്ലേ, ബിഫോർ ഇറ്റ് ഫെയ്ഡ്സ് അവേ ഓർ മൂവ്സ് ഇൻ ടു ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തുന്നതിന് മുന്നേ ഉള്ളതാണ് ഈ സെൻസറി മെമ്മറി. സോ it's a brief storage of sensory information before it fades. And where does it fade into? It fades into the short term memory എന്നുള്ളതാണ്. Question number 2, which type of sensory memory is linked to visual input? വിഷ്വൽ ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെൻസറി മെമ്മറി ഏതാണ്? ഇത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത്, ഇത് ഈ മെമ്മറി ആൻഡ് ഫൊഗറ്റിംഗിന്റെ അഞ്ചാമത്തെ ആൻഡ് ദ ലാസ്റ്റ് പാർട്ടാണിത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഐക്കോണിക് മെമ്മറി. ഐക്കോണിക് മെമ്മറി ഈസ് ദ സെൻസറി മെമ്മറി അസോസിയേറ്റഡ് വിത്ത് വിഷ്വൽ ഇൻപുട്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, അക്കോർഡിംഗ് ടു ജോർജ് മില്ലർ, the capacity of short-term memory is approximately, ജോർജ് മില്ലർ പറയുന്നതനുസരിച്ച് ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി എന്താണ്? 7 ± 2 items, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 4, which process helps transfer information from short-term memory to long-term memory? ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് പോകുന്നത് റിഹേഴ്സൽ helps us with it അല്ലേ, ഓപ്ഷൻ ബി. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5, in the Atkinson-Shiffrin model, long-term memory is described as having. Atkinson-Shiffrin മോഡലില് ലോങ് ടേം മെമ്മറിക്ക് എന്തുണ്ട് എന്നാണ് പറയുന്നത്? വെൽ, അൺലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ലോങ് ഡ്യൂറേഷൻ ആണ് ലോങ് ടേം മെമ്മറിക്ക് ഉള്ളതായിട്ട്
പറയുന്നത്. നമ്പർ 6, which form of rehearsal is more effective for transferring information to long term memory? ഏത് ഫോം ആണ് ഇവിടെ? വെൽ, എലാബറേറ്റീവ് റിഹേഴ്സൽ. റിഹേഴ്സൽ ഉണ്ട്, എലാബറേറ്റീവ് റിഹേഴ്സൽ ആണ് കുറെ കൂടെ എഫക്റ്റീവ് എന്നുള്ളതാണ് പറയുന്നത്. നമ്പർ 7, the process of accessing stored information from long term memory is called. സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരുന്നതിന് റിട്രീവൽ എന്ന ടേം ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക, അല്ലേ? ആൻഡ് നമ്പർ 8, what type of memory involves unconscious recall of skills and habits? Unconscious recall of skills and habits, implicit memory എന്നാണ് ശരിക്കും അതിന് പറയുന്നത്, അല്ലേ? Question number 9, in the levels of processing model, which type of processing leads to better retention? LOP. ഓക്കെ, സിമാൻറ്റിക് പ്രോസസ്സിംഗ് ആണ് അവിടെ വരുന്നത്, അല്ലേ? സിമാൻറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഗേജിങ് വിത്ത് ഇൻഫർമേഷൻ അറ്റ് എ ഡീപ്പ് മീനിങ്ഫുൾ ലെവൽ, അതാണ്. ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നമ്പർ 10. The phonological loop in Baddeley's working memory model is responsible for what? Phonological. ശരിക്കും എന്താണ് ഈ ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് ആൻഡ് ടെമ്പററിലി സ്റ്റോറിംഗ് വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓൾറൈറ്റ്, ഇനി ബാക്കി കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്സിൽ തന്നെയുണ്ട്. ആൻഡ് ക്വിസും മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഓൾറെഡി നമ്മൾ 3 മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെയുണ്ട് നമ്മുടെ ലിങ്ക്, ഈ മോക്ക് ടെസ്റ്റ് ആക്സസ് ചെയ്യാനുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്താണ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം 3 മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്. All right, so thank you very much for watching this part and wish you a good day ahead. Thank you.